പഠനത്തെ കിതാബോതുന്നതിനെ എതിർക്കും. ഞാൻ റയീസുൽ ഉലമ പറയുന്നത് കേട്ടിട്ടുണ്ട്. മഹാനായ കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരെ കാണാൻ വേണ്ടി റയീസുൽ ഉലമ പോകുമ്പോൾ എടപ്പാളിൽ ബസ്സിറങ്ങിയപ്പോൾ അവിടെ ഒരു പച്ച ധരിച്ച ആളെ കണ്ടു. അയാൾ എന്താണ് ജോലി എന്നൊക്കെ ചോദിച്ച് അപ്പോൾ ദർസാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താ പറഞ്ഞത്? 1,24,000 അമ്പിയാക്കന്മാർക്ക് ഓതി പഠിക്കാതെ അറിവ് കൊടുത്ത അള്ളാഹു തആലയല്ലേ ഇന്നുള്ളത്. പിന്നെ ഇതിനെ ഓതി പഠിക്കണം, ഇതിനെ ഓതി കൊടുക്കണം. ആ അള്ളാഹു തആല അറിവ് തരുമല്ലേ? ഇത് പിശാചിൻ്റെ നല്ലൊരു വാദമാണ്. റയീസുൽ ഉലമ മറുപടി പറഞ്ഞു, 1,24,000 നബിമാർക്കല്ലേ അള്ളാഹു തആല പഠിക്കാതെ കൊടുത്തിട്ടുള്ളൂ. അവരുടെ അനുയായികളും ബാക്കിയുള്ളവർക്ക് മുഴുവൻ അനുയായികൾക്കൊക്കെ അവർ പഠിപ്പിക്കുന്നു, ബാക്കിയുള്ളവർക്കൊക്കെ പഠിപ്പിക്കുന്നു. പഠിപ്പിച്ചിട്ടല്ലേ പഠിയുന്നത്. എല്ലാവർക്കും അള്ളാഹു തആല വഹി കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ അയാൾ മിണ്ടിയില്ല. അത് കഴിഞ്ഞ് കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയ മുദരിസാണ്, ധാരാളം ദർസ് നടത്തിയ ആളാണ്. അവരടുത്ത് ചെന്നപ്പോൾ അവർ ഈ വിഷയം പറയാതെ ഇങ്ങോട്ട് പ്രതികരിച്ച്, എന്ത് ഓതി പഠിക്കണ്ട, കിതാബ് ഓതി പഠിക്കണ്ട, ഓതി പഠിച്ചാതെ ഇൽമ കിട്ടും എന്ന് പറഞ്ഞ് ത്വരീക്കത്തൊന്നും നമുക്ക് വേണ്ടട്ടോ എന്നിങ്ങോട്ട് പറഞ്ഞു. പലപ്പോഴും ഈ പിഴച്ച ത്വരീക്കത്തുകാർ തദ്രീസിനെയും ദർസിനെയും നമ്മുടെ സ്ഥാപനങ്ങളെയും എഴുത്തി അത് ഇൽമ കിട്ടാനുള്ള വഴിയല്ല എന്ന് പറയും. ഇമാം ഗസാലി തങ്ങളുടെ ഇഹ്യാ ഉലൂമുദ്ദീനെങ്കിലും വായിക്കാം. നന്നായി ധാരാളം വിശദീകരിച്ച് ഇൽഹാമിൻ്റെ അധ്യായത്തിലാണ് ഇമാം ഗസാലി തങ്ങൾ പറയുന്നത്, ഫലിസ്തിഗാലു ബിത്വരീഖി തഅല്ലും, കഠിനാധ്വാനം ചെയ്ത് പഠിക്കുക എന്ന വഴി, ഈ ത്വരീഖത്ത് കൊണ്ട് ഏർപ്പെടൽ, അതാണ് ഔസഖു വഅഖറബു ഇലൽ വറദി, ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ശരിയായ റൂട്ട്. നന്നായി കഠിനാധ്വാനം ചെയ്ത് പഠിച്ച് അറിവ് നേടുക എന്ന ഈ ത്വരീഖത്താണ്, എന്ന വഴിയാണ് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന വഴി. വഅഖറബു ഇലൽ വറദി, അള്ളാഹുവിലേക്ക് എത്തുക, അള്ളാഹുവിൻ്റെ പൊരുത്തം റിളവാൻ നേടുക, പാരത്രികമായ വിജയം കൈവരിക്കുക എന്ന മഹത്തായ ലക്ഷ്യം. ഈ ലക്ഷ്യം നേടാൻ ഏറ്റവും പര്യാപ്തമായ എളുപ്പമുള്ള വഴിയും ഇൽമിൻ്റെ വഴി തന്നെയാണ്. ഇൽമിൻ്റെ വഴിയാണ് എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് വളരെ വിശദീകരിച്ചത് കാണാം. യഥാർത്ഥത്തിൽ ആ ഇൽമിൻ്റെ വഴി മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത് കാണാം. ലം യഖ്ലുഖില്ലാഹു ഇന്നല്ലാഹ തആല ലം യഖ്ലുഖ് അലാ വജ്ഹിൽ അർളി അക്രമ മിൻ മജ്ലിസിൽ ആലിം. ഈ ഭൂലോകത്ത് അല്ലാഹു തആല പടച്ച ഏറ്റവും മുന്തിയ ബഹുമാനമുള്ള സഭ, സദസ്സ് ഇൽമിൻ്റെ സദസ്സാണ്. അതിനോളം ബഹുമാനമുള്ള ഒരു മജ്ലിസിനെ അല്ലാഹു ഈ ഭൂലോകത്ത് പടച്ചിട്ടില്ല. ദിക്റുകളിൽ ഏറ്റവും മുന്തിയ ദിക്ർ അതാണ്. ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിരുന്ന, ഇവിടൊക്കെ സുപ്രസിദ്ധനാണ് ചാപ്പനങ്ങാടി മാപ്പോഴർ പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവരോട് ഒരു മുത്തഅല്ലിം ദിക്റിൻ്റെ ഇജാസ ചോദിച്ചപ്പോൾ, നീ ഫഅല എന്ന് ചൊല്ലിക്കോ, അതെന്നടാ നിനക്ക് വലിയ ദിക്ർ എന്ന് പറഞ്ഞ സംഭവം. അതുപോലെ വലിയുല്ലാഹി തേനു മൗലവി പാപ്പ, ഇങ്ങനെ തുടങ്ങിയവരൊക്കെ അത് തിരിച്ചറിഞ്ഞവരാണ്. അവർ വലിയ ദാക്കിരീങ്ങളാണ്, വലിയ ഉലമാവുമാണ്, മുദരിസുകളുമാണ്. അവരൊക്കെയാണ് വിലായത്തുള്ളവർ. വിലായത്ത് എന്ന് പറയുമ്പോൾ അടുക്കുക, വലിയ ഖറുബ, ഇവിടുന്ന് അങ്ങോട്ട് അടുക്കലാണ് വിലായത്ത്. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് അടുക്കുക, അടിയിന്ന് മുകളിലോട്ട് അടുക്കുക. മുകളിലോട്ട് പറഞ്ഞാൽ അല്ലാഹു തആല മേലെയാണ് എന്നല്ല പറയുന്നത്. അള്ളാഹുവിനോട് താഴ്ന്നവനായ മനുഷ്യൻ അള്ളാഹുവിനോട് സമുന്നതനായ അള്ളാഹുവിനോട് അങ്ങോട്ട് അടുക്കുക, ഇതാണ് വിലായത്ത്. ഈ വിലായത്തിന് അള്ളാഹു തആല ഏറ്റവും വലിയ വഴിയായി പഠിപ്പിച്ചത് ഇൽമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ, എന്നെ ജനങ്ങൾക്ക് ദീനീ കാര്യങ്ങളെ അറിയിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളായി മാത്രമാണ് അള്ളാഹു തആല നിയോഗിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു മുഅല്ലിമായി തന്നെയാണ് എന്നെ അള്ളാഹു തആല നിയോഗിച്ചിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കെ, ഈ ഇൽമിൻ്റെ വഴിയെ പുച്ഛമാക്കി, അതിനെ കുറ്റപ്പെടുത്തി, ലാഹിറും ബാത്തിനുമായി രണ്ടായി വേർതിരിച്ച്, സുബ്ഹാന റബ്ബി, വെറും ലാഹിറിൻ്റെ ആളുകളാണ്, അവർക്ക് ബാത്തിൻ അറിയൂല, അല്ലെങ്കിൽ ലാഹിർ വേറെയാണ് ബാത്തിന് വേറെയാണ് എന്ന് പറഞ്ഞ്, സുബ്ഹാനല്ലാഹ്, തെങ്ങിൽ നിന്ന് തേങ്ങ കിട്ടണം, തേങ്ങ കിട്ടിയിട്ട് തേങ്ങയുടെ ബാത്തിനാണ് കിട്ടേണ്ടത്, കാമ്പ്. ഈ ബാത്തിൻ ലാഹിർ കിട്ടാതെ എങ്ങനെ കിട്ടുക? ചകിരി തൊടാതെ തേങ്ങയാകുന്ന അകക്കാമ്പ് മനുഷ്യന് വശപ്പെടുത്താൻ സാധിക്കുമോ? ഇല്ല. ചകിരി ആദ്യം തൊടണം, പിന്നെ ഉള്ളിലുള്ള മറ്റൊരു തോട്, ചിരട്ട, അത് തൊടണം. അത് രണ്ടും കടന്ന് ഉള്ളിലേക്ക് തേങ്ങ എന്ന അകക്കാമ്പിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ എന്ന് ആർക്കാണ് അറിയാത്തത്? എന്നിട്ട് ലാഹിർ വേണ്ട, ബാത്തിന് മതി. ലാഹിർ കിട്ടാതെ, ലാഹിർ സ്പർശിക്കാതെ ബാത്തിന് കിട്ടുക എന്നത് അസാധ്യമാണ് എന്ന് പറയേണ്ടതില്ല. ശരിയായി ശരീഅത്തനുസരിച്ച് അമൽ ചെയ്ത്, ശരീഅത്തിൻ്റെ എല്ലാ സൂക്ഷ്മതകളും പൂർണ്ണമായി പാലിച്ച്, അതനുസരിച്ച് ശരീരത്തെയും ജീവിതത്തെയും മനസ്സിനെയും ചിട്ടപ്പെടുത്തി പ്രാക്ടിക്കലായി അത് ചെയ്ത് പരിചയിച്ച് പരിശീലിപ്പിച്ച് റെഡിയാകുമ്പോൾ കിട്ടുന്ന കാര്യമാണ് ഹഖീഖത്ത്. എന്നിട്ട് ആ ഹഖീഖത്ത് നമ്മളെടുത്താണുള്ളത് എന്ന് വാദിച്ച് അതിന് ശരീഅത്ത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് കടലിൽ പോകാതെ മുത്ത് സ്വന്തമായി കിട്ടണം എന്ന് പറയും പോലെയാണ്.
മുത്ത് വളരെ വിലയുള്ളതാണ്. മഖ്ദൂം തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ഡോളർ കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഡോളറുകൾ വില വരുന്ന മുത്തുകളുണ്ട്. ആ മുത്താണ് മാരിഫത്തുല്ലാഹി, അള്ളാഹു തആലയുടെ മാരിഫത്ത് എന്നത്. ഈ മാരിഫത്തിന്, അള്ളാഹുവിനെ അറിയുന്നതിനാണ് നമ്മളെ പടച്ചത്. ഈ ബോധം നമ്മുടെ ഉസ്താദുമാർക്ക് മുഴുവനുണ്ട്. അവർ മാരിഫത്തുള്ളവരാണ് എന്ന് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അവരുടെ ഇൽമിൻ്റെ റൂട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടതാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഓർമ്മയുണ്ട് ശൈഖുന ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദ് നവറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി, അവരുടെ അവസാന കാലത്ത് മേലിലൊക്കെ നീര് വന്ന സമയമാണ്. മലപ്പുറത്തെ ഒരു സാദാത്തിൻ്റെ സയ്യിദിൻ്റെ വീട്ടിൽ വലിയ പിശാചിൻ്റെ ശല്യം ഉണ്ടായി. എന്ത് ചെയ്തിട്ടും ഒഴിവാകാത്ത ശല്യം. ഒരാൾക്കല്ലെങ്കിൽ ഒരാൾക്ക് രോഗങ്ങളൊക്കെ പിശാചിൻ്റെ ശല്യമാണെന്നല്ല പറയുന്നത്. അവിടെ അതായിരുന്നു. ശൈഖുനയെ നിർബന്ധിച്ച് കൊണ്ടുപോയി. ശൈഖുനപ്പം എനിക്ക് വരാൻ വയ്യല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അവിടെ നിന്ന് ഒരൊറ്റ വാക്ക്, എന്തായിരുന്നു വാക്ക്? പഠിച്ചോനെ, ഞാൻ അത്ര കാലം ദർശനത്തി, ആ ദർശനത്തിയത് എൻ്റെ പൊരുത്തത്തിലാണെങ്കിൽ ഈ തങ്ങന്മാരെ വീട്ടിലെ സോക്കിട് മാറ്റി കൊടുക്കണേ. അന്ന് മുതൽ ആ രോഗം, ആ ശല്യം അവിടെ ഉണ്ടായിരുന്ന ശരണകട് നീങ്ങി. ആ ശൈഖുനായുടെ മക്കൾ, പേരമക്കൾ, ആ പരമ്പരയിലാണ് ഇവിടെയുള്ള മിക്ക ഉലമാവും നിലകൊള്ളുന്നത്. അവരൊക്കെ ശരിയായ ത്വരീഖത്തിൻ്റെ വാക്താക്കളാണ്. പഠിച്ചതനുസരിച്ച് പൂർണ്ണമായും പഠിച്ച പോലെ ജീവിച്ച്, ഒരു ഏറ്റവും പ്രബലമായതിൻ്റെ വിപരീതമാണെങ്കിൽ പോലും ജീവിതത്തിൽ അവർ ചെയ്യാതെ ശ്രദ്ധിച്ച് ജീവിച്ച്, ഇങ്ങനെയുള്ള നാഫിയായ ഇൽമിൻ്റെ വാക്താക്കളാണ് നമ്മുടെ മശായിഖ്. അവരുടെ ശിഷ്യന്മാരാണ് സുൽത്താനുൽ ഉലമയും റയീസുൽ ഉലമയും താജുൽ മുഹഖ്ഖീഖീനും അതുപോലെ മുഹയ്യിസുന്നയും ബദ്റുസ്സാദാത്തും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരാണ്. ഈ വിധത്തിൽ അവർക്ക് ആ മശായിഖിൽ നിന്ന് കിട്ടിയ മഹത്തായ നൂറുമായാണ് അവർ ദർസീരംഗം ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നതും ദർസ് നയിക്കുന്നതും. എന്നിട്ട് അവരുടേതൊന്നും ശരിയായ റൂട്ടല്ല എന്ന് വാദിച്ചാൽ ശരി നാം എങ്ങനെ മനസ്സിലാക്കും? ശരി മനസ്സിലാക്കാൻ കഴിയൂല. അത്ഭുത സിദ്ധികൾ പലതും പ്രകടിപ്പിച്ചതുകൊണ്ട് ശരിയാകണമെന്നില്ല. മഹാനായ അബൂ മുഹമ്മദിൽ മുർത്തഈസ് റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി പറഞ്ഞത് കാണാം, മൻ വഹബഹുല്ലാഹുൽ ഇസ്തിഖാമത ഫഖദ് വഹബഹു അഫ്ളല മിനൽ മശി ഫിൽ ഹവാ അല്ലദീ ഹുവ അഫ്ളലു മിനൽ മശി ഫിൽ മാ. അല്ലാഹു തആല ഈ പറഞ്ഞ ഇസ്തിഖാമത്ത് ഒരാൾക്ക് നൽകിയാൽ, ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും പഠിപ്പിച്ച, മശായിഖ് പഠിപ്പിച്ച, ഉസ്താദുമാർ പഠിപ്പിച്ച ആ കൃത്യമായ സരണിയിൽ ഉറച്ചു ജീവിക്കാനുള്ള ഭാഗ്യം ഒരാൾക്ക് കൊടുത്താൽ അത് അന്തരീക്ഷത്തിലൂടെ നടക്കാൻ അവസരം കൊടുത്തതിനേക്കാൾ വലിയ സംഭവമാണ്. അന്തരീക്ഷത്തിലൂടെ നടക്കലാവട്ടെ, വെള്ളത്തിലൂടെ നടക്കുന്നതിനേക്കാൾ വലിയ കഴിവാണ്, പ്രകടനമാണ് അന്തരീക്ഷത്തിലൂടെ നടക്കൽ എന്ന് പറയേണ്ടതില്ല. അതാണ് മഹാനായ ശൈഖ് റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞത് കാണാം, ഇദാ റഅയ്ത റജുല യതീറു ഫിൽ ഹവാ, ഒരു മനുഷ്യൻ ചിറകില്ല, അവൻ അന്തരീക്ഷത്തിലൂടെ പറക്കുന്നു, ഇത് നീ കണ്ടാൽ ഫലാ തഅതബിറുഹു, നീ പരിഗണിക്കൊന്നും വേണ്ട. പരിഗണിക്കണമെങ്കിൽ നീ പരിശോധിക്കണം. എങ്ങനെ പരിശോധിക്കുക? ഹത്താ തസിന അഖ്വാലഹു വഅഫ്ആലഹു ബിമീസാനി ശർഇ, അവൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളും ശരീഅത്തുൽ ഇസ്ലാമാകുന്ന തുലാസ് കൊണ്ട് അളന്നു നോക്കി പൂർണ്ണമായും ശരീഅത്തിനോട് യോജിച്ചതാണ് എന്ന് ബോധ്യപ്പെട്ടെങ്കിലേ ഈ അത്ഭുത സിദ്ധി കൊണ്ട് ആൾ വലിയാണെന്ന് പരിഗണിക്കാൻ പറ്റൂ എന്ന് ശൈഖ് റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറയുന്നത് കാണാം. മഹാനായ സയ്യിദി അബൂ യസീദ് അൽ ബസ്താമി റളിയല്ലാഹു അൻഹും അവരുടെ ശിഷ്യന്മാരും കൂടെ ഒരു മഹാനാണ് എന്ന് പറയപ്പെടുന്ന ആളെ കാണാൻ പോയപ്പോൾ അദ്ദേഹം ഒരു സുന്നത്തിൻ്റെ എതിര്, തുപ്പുന്നിടത്തുള്ള സുന്നത്തിൻ്റെ എതിര് ചെയ്യുന്നത് കണ്ടപ്പോൾ അവിടുന്ന് പോരാനാ പറഞ്ഞേ. എങ്ങനെ പറഞ്ഞേ? ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ചെറിയൊരു സുന്നത്ത് മുഹാഫളത്ത് ചെയ്യാൻ, സൂക്ഷിക്കാൻ സാധിക്കാത്ത ഇയാളെടുത്ത് അല്ലാഹു തആല മാരിഫത്ത് എന്ന നൂറ്, ആ മാരിഫത്താകുന്ന പ്രകാശം വദിയത്ത് വെക്കൂല, സൂക്ഷിക്കാൻ ഏൽപ്പിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരിയെന്ന് പറഞ്ഞു. അവിടെ നിന്ന് തിരിച്ച് അദ്ദേഹത്തെ കാണാതെ പോന്ന സംഭവം ഇമാം ബസ്താമി റഹ്മഹുല്ലാഹുവിൻ്റെ സംഭവത്തിൽ കാണാം. ഈ വിധം പൂർണ്ണമായി ശരീഅത്ത് കൊണ്ട് പിടിച്ചെങ്കിലേ ത്വരീഖത്ത് ശരിപ്പെടൂ. അതാണ് വല്ലിൽ മിൻ നാഫി, ആ നാഫിയായ ഇൽമിൻ്റെ മേലിൽ ഉറച്ചു നിൽക്കണം. വൽ അമലി സ്വാലിഹ്, സ്വാലിഹായ അമലിൻ്റെ മേലിലും ഉറച്ചു നിൽക്കണം. വൽ ഇഖ്ലാസ് അൽ കാമിൽ, കാമിലായ ഇഖ്ലാസ്, പൂർണ്ണമായി ഇഖ്ലാസ് വേണം. ചെയ്യുന്നത് മുഴുവൻ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ. പലപ്പോഴും അവിടെ അങ്ങനെ ദിക്റുണ്ടായി, ഇങ്ങനെ ദിക്റുണ്ടായി, അല്ലെങ്കിൽ അത്ര ചോറ് കൊടുത്തു, ഇങ്ങനെ തുടങ്ങി പലതും പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇല്ലാത്ത ഒരുപാട് കറാമത്തുകൾ, പലതരത്തിലുള്ള കറാമത്തിനെ എതിർക്കല്ല, കറാമത്തുകൾ ഒരുപാടുണ്ട്. പക്ഷേ വ്യാജന്മാരുടെ പേരിൽ കറാമത്തുകളെന്ന് പറഞ്ഞ്, കറാമത്തുകളെന്ന് പറഞ്ഞ് നിർമ്മിച്ചുണ്ടാക്കി അവരിലേക്ക് ജനങ്ങളെ വിളിച്ചു വരുത്തുന്ന ഏജൻസികളായി പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട്. പലതിൻ്റെയും അടിവേര് തേടിപ്പോയാൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. എന്നെ മലയാളത്തിൽ ഉദാഹരണം പറയാണ്ട് അതുപോലെയാണ്. ഈ വിധത്തിൽ ഇല്ലാത്തത് പറഞ്ഞ് പ്രചരിപ്പിച്ച് കളവ് പറഞ്ഞ്, ആ കളവ് പ്രചരിപ്പിക്കാൻ വേണ്ടി സത്യം വരെ ചെയ്ത്, വൻകുറ്റമാണ് സത്യം ചെയ്യൽ. ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന സമകാലികമായ ഒരുപാട് ഇല്ലാത്ത നുണക്കഥകളുണ്ട്. ഇത് പറഞ്ഞ് ജനങ്ങളെ നമ്മുടെ മശായിഖിൽ നിന്ന് അടർത്തിയെടുത്ത് ജനങ്ങളെ കുഫറിലേക്കോ വിദഅത്തിലേക്കോ നരകത്തിലേക്കോ കൊണ്ടുപോകുന്ന ഈ പ്രവണത
അത് പിഴച്ച ത്വരീഖാണ്. നല്ല ത്വരീഖത്ത് നമ്മളെ ഉസ്താദുമാരെടുത്തുണ്ട്. അവരുടെ കൂടെ നാം 8-10 വർഷം ജീവിച്ച് അവരുടെ രാവും പകലും നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പഠിച്ചവർ സുന്നത്തിന് വരെ എതിര് ചെയ്യാതെ ജീവിക്കുന്നത് നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് നാം കണ്ടനുഭവിച്ചിട്ടുണ്ട്. എവിടെ നിന്നോ ഏതെങ്കിലും ഒരാൾ കേൾക്കുമ്പോഴത്തിന് അങ്ങോട്ട് ഓടിപ്പോയാൽ അയാളെക്കുറിച്ച് നമുക്ക് അറിയൂല. ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ്, ദീൻ എന്നത് കൃത്യമായി ആ വ്യക്തിയെക്കുറിച്ച് പൂർണ്ണമായി വേണ്ട പോലെ മനസ്സിലായിരിക്കണം. മനസ്സിലായ വ്യക്തിയിൽ നിന്നാണ് ദീനിനെ പിടിക്കേണ്ടത്. ഇതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ പാരമ്പര്യം. അപ്പോൾ ഒരാൾ അവിടെ ഒരു ശൈഖുണ്ട് ഇവിടെ ഒരു ശൈഖുണ്ട് എന്ന് കേട്ടാൽ ഓടിപ്പോയി കൂടാ. അയാളുടെ അവസ്ഥ എന്ത്? അയാളും അല്ലാഹു തആലയും തമ്മിലുള്ള ബന്ധം, അയാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമുള്ള ബന്ധം എങ്ങനെയുണ്ട് എന്ന് ചിന്തിച്ച് വേണം ശൈഖിനെ തേടി പോകാൻ എന്നത് എല്ലാവർക്കും അറിയുന്നതാണ്, പറയേണ്ടതില്ല. കാരണം ഏതെങ്കിലും ഒരു ഡോക്ടറെ തേടുകയാണെങ്കിൽ തന്നെ മനുഷ്യൻ ആ ഡോക്ടറെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടേ പോകുള്ളൂ. അയാൾക്ക് എത്രത്തോളം വൈദഗ്ധ്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ട് പഠിച്ചിട്ടാണ് ഡോക്ടറെ തേടി പോകൽ. ഇല്ലെങ്കിൽ ആ മരുന്ന് കഴിക്കാൻ മനുഷ്യന് ഭയമാണ്. ചിലപ്പോൾ മരുന്ന് എഴുതിയെങ്കിൽ തന്നെ വേറെ ഒരു ഡോക്ടറെ കാണിക്കുമ്പോൾ 2 മരുന്നും സെയിം ആയിരിക്കും. അതോടെ ബേജാറ് നീങ്ങി. എന്നാൽ പോലും രണ്ടാമത്തെ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചാണ് ആ മരുന്ന് കഴിക്കുന്നത് എങ്കിൽ ഈ പരിശുദ്ധമായ ഈമാനിൻ്റെ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല? അതുകൊണ്ട് ഉസ്താദുമാർ നമ്മുടെ മശായിഖ് നമ്മുടെ ഉസ്താദുമാരാണ്. അവർ ഏത് റൂട്ടാണോ സ്വീകരിച്ചത് ഈ റൂട്ട് ശരിയാണെന്ന് നമുക്ക് പരമ്പരാഗതമായി ബോധ്യപ്പെട്ടതാണ്. കാരണം അവരുടെ മശായിഖിൽ നിന്ന് കിട്ടിയ ആ വെളിച്ചമനുസരിച്ചാണ് അവരുടെ ജീവിതം. അവർക്കാകട്ടെ നല്ല മാരിഫത്തും ഇഖ്ലാസും ഉണ്ട്. റയീസുൽ നമുക്ക് നിയ്യത്ത് ചെയ്യുമ്പോൾ മുത്തവജ്ജിഹുൽ കഅബത്തി ശരീഫത്തി ഖാലിസൻ ലില്ലാഹി തആല, അവർ കേൾക്കാനല്ല. ഒറ്റക്ക് നമ്മൾ അടുത്തിങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുമല്ലോ. ഞങ്ങൾ രണ്ടാളും ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കുമ്പോഴും ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും ഖാലിസൻ ലില്ലാഹി തആല, അത്രയും ഇഖ്ലാസുൽ കാമിൽ. ഇതാണ് നമ്മുടെ മശായിഖിൻ്റെ സ്വഭാവം. മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമയെ കഴിഞ്ഞ ഇതിൻ്റെ മുമ്പുള്ള നോമ്പിന് കാണാൻ പോയപ്പോൾ അവരുടെ മനസ്സിലെ ഒരു മാരിഫത്ത് ഖൗഫ് ഓർമ്മ വരികയാണ്. അവർ സംസാരിച്ച കൂട്ടത്തിൽ നമ്മളൊക്കെ എങ്ങനെ രക്ഷപ്പെടാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ലൻ യൻജു അഹദും മിൻകും ബിഅമലി, നിങ്ങളൊരാളും തൻ്റെ അമൽ കൊണ്ട് രക്ഷപ്പെടൂല എന്ന് പറഞ്ഞപ്പോൾ സഹാബിമാർ ചോദിച്ചില്ലേ, വലാ അൻത യാ റസൂലല്ലാഹ്, അങ്ങും അമൽ കൊണ്ട് രക്ഷപ്പെടൂലേ? ലാ ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി, അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞെങ്കിലല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വരെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു സുൽത്താനുൽ ഉലമ വിതുമ്പി. അവരുടെയൊക്കെ ഖൗഫും ഖശിയത്തും വല്ലാത്തതാണ്. എനിക്ക് ഓർമ്മ വരുന്നു, മഹാനായ വടകര മുഹമ്മദ് പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിൻ്റെ വീടിനടുത്തുള്ള മസ്ജിദിൻ്റെ ഉദ്ഘാടനത്തിന് എല്ലാ നേതാക്കളുമുണ്ട്. സുൽത്താനുൽ ഉലമയുണ്ട്, താജുൽ ഉലമയുണ്ട്, റയീസുൽ ഉലമയുണ്ട്, കൻസുൽ ഉലമയുണ്ട്, നൂറുൽ ഉലമയുണ്ട്. എല്ലാ നേതാക്കളും, മുഴിയ സുന്നയുണ്ട്, നേതാക്കൾ എല്ലാവരുമുണ്ട്. എല്ലാവരും ഔലിയായിനെയും വിലായത്തും കറാമത്തും പ്രസംഗിച്ചപ്പോൾ അവസാനം മുഹമ്മദ് പാപ്പ എന്ന മഹാനരായ തർക്കമില്ലാത്ത വലിയ അവരും മൈക്ക് പോയെങ്കിൽ പ്രസംഗം തുടങ്ങി. എന്താ പ്രസംഗം? ആരാണ് അള്ളാഹുവിൻ്റെ ഔലിയാ എന്ന് പറയോ? ഉലമ ആണ് അള്ളാഹുവിൻ്റെ ഔലിയാ. ഉലമ ആണ് അള്ളാഹുവിൻ്റെ ഔലിയാ. എന്തുകൊണ്ട്? അള്ളാഹു പറയുന്നു, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഉലമായിനെ അള്ളാഹുവിനെ പേടിക്കാൻ കഴിയും. ഉലമായി അഖീദന്റെ കിതാബുകളെല്ലാം ഓതി അള്ളാഹു തആലയെ പറ്റി നന്നായി പഠിക്കും. അപ്പോൾ അവർക്ക് മാരിഫത്ത് ഉണ്ടാകും. അവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാ എന്ന് അതുവരെ പറഞ്ഞതിൻ്റെ മുഴുവൻ നതീജ എന്നോണം ഉലമ ആണ് ഔലിയാ എന്ന് അവർ സമർത്ഥിച്ചത് കാണാം. ഇങ്ങനെ